ഹായ് ഫ്രണ്ട്സ്, കോമ്പറ്റേറ്റീവ് എക്സാം അഫയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചുള്ള ആൻസേഴ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. വാട്ട് ആർ ദ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ ഫ്രം സ്ട്രോങ്ങസ്റ്റ് ടു വീക്കസ്റ്റ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റി. ഐഡൻറ്റിഫൈ ദ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ഫ്രം ദ ഫോളോവിങ്. ബി. റിലേറ്റീവ് ഡെൻസിറ്റി. മൂന്നാമത്തെ ചോദ്യം, എ പാർട്ടിക്കിൾ മൂവ്സ് along a circular path of radius r. What is the distance and displacement of the particle after one complete revolution? Option A 2 pi r 0. Which among the following is a scalar quantity? Option C pressure ആണ്. Which law is also known as law of inertia? Newton's first law. A moving body has a kinetic energy 50 joule. The work done to stop the body is given by സി 50 ജൂളാണ് ആറാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ഏഴാമത്തെ ചോദ്യം, ഹുക്സ് ലോ ഈസ് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓപ്ഷൻ സി. ആക്ഷൻ ഓഫ് ഡിറ്റർജൻറ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഡിക്രീസസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. സീ ബ്രീസ് ഈസ് ബേസ്ഡ് ഓൺ ബി. കൺവെക്ഷൻ. പത്താമത്തെ ചോദ്യം, ദ റിലേഷൻ കണക്റ്റിംഗ് ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ് ഓഫ് എ പീരിയോഡിക് മോഷൻ. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. എഫ് ഈസ് ഈക്വൽ ടു 1/t. പതിനൊന്നാമത്തെ ചോദ്യം, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഈസ് യു ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ജൂൾ പെർ കൂളം. ഓപ്ഷൻ എ ആണ്. പതിമൂന്നാമത്തെ ചോദ്യം, വിച്ച് among the following materials that obey Ohm's law? ബി. കണ്ടക്ടേഴ്സ്. പതിനാലാമത്തെ ചോദ്യം, എ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എബോവ് ക്യൂറി ടെമ്പറേച്ചർ ബിക്കംസ് പാരാമാഗ്നറ്റിക്. ഓപ്ഷൻ ബി ആണ് ആൻസർ. പതിനഞ്ചാമത്തെ ചോദ്യം, ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ട്രാൻസ്ഫോമർ. ബി. മ്യൂച്വൽ ഇൻഡക്ഷൻ. പതിനാറാമത്തെ ചോദ്യം, ടേണിംഗ് ഓഫ് റേഡിയോ ഈസ് ബേസ്ഡ് ഓൺ റെസൊണൻസ്. സി ആണ് ആൻസർ. 17, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. 18ാമത്തെ ചോദ്യം, ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ഡിപ്പെൻഡ് ഓൺ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 19, the source of energy of sun is nuclear fusion. The process of conversion of alternating current into direct current is known as rectification. Option C. Which experiment is responsible for finding out the charge of an electron? Millikan oil drop method. Option B. 22, acetylene molecule has carbon in sp hybridization. 23, enthalpies of elements in standard states are 0. 24, identify the Lewis acid among the following. C. BF3. 25, which of the following is a buffer? ഓപ്ഷൻ വരുന്നത് ഡി ആണ്. 26, in Lassen's test of nitrogen in an organic compound, the Persian blue color is obtained due to the formation of B. Fe4, FeCN6 thrice. Purification method used for separating glycol from spendylene in soap industry is distillation under reduced pressure. Option C ആണ് 27ൻ്റെ ആൻസർ. 28, number of moles of solute per kilogram of solvent is molality. 29, which of the following is an example of ideal solution? D-benzene plus toluene. 30, the conversion of molecule A to B follows second order kinetics. The concentration of A is increased 2 times. How will it affect the rate of formation of B? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. റേറ്റ് വിൽ ഇൻക്രീസ് 4 times. 31ാമത്തെ ചോദ്യം, അരീനിയസ് ഇക്വേഷൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. K ഈസ് ഈക്വൽ ടു AE മൈനസ് EA ബൈ RT. The carbon hydrogen bond length in phenol is 136 picometer. During fermentation, the gas released is CO2 ആണ്. 34ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 35ാമത്തെ ചോദ്യത്തിൻ്റെ റിയേജൻസിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 36, കാർബോക്സിലിക് ആസിഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം Grignard reagent ബൈ ദ റിയാക്ഷൻ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 37ാമത്തെ ചോദ്യം ആൻസർ വരുന്നത് ഓപ്ഷൻ എ. 38ാമത്തെ ചോദ്യം, ഇൻ ഫൈബ്രസ് പ്രോട്ടീൻ പോളിപെപ്റ്റൈഡ് ചെയിൻ ആർ ഹെൽഡ് ടുഗദർ ബൈ ഹൈഡ്രജൻ ആൻഡ് ഡൈസൾഫൈഡ് ബോണ്ട്. ഓപ്ഷൻ സി. 39ൻ്റെ ആൻസർ വരുന്നത് ബി. മാൾട്ടേസ് ആണ്. 40, which choice contains all the 3 molecule units found in nucleotides? C ആണ്. phosphate, nitrogen containing base, sugar. 41,
ജിറ്റനോഗാമി is the transfer of pollen grains from D ആണ് anther to stigma between two flowers of same plant. 42ാമത്തെ ചോദ്യം ഫ്രം ദ ലിസ്റ്റ് ഫ്രൂട്ട്സ് ബിലോ സെലക്ട് ട്രൂ ഫ്രൂട്ട്. സി മാംഗോ ആണ്. 43 ബി ആണ് AMPR. 44 റോസ് ഈസ് എ ട്രാൻസ്ജനിക് ആനിമൽ, ഇറ്റ് ബിലോങ്സ് ടു സി കൗ. ദ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ബെർണക്കിൾസ് ആൻഡ് വെയിലീസ് കെമൻസാലിസം ആണ്. 46 ഫ്രം ദ ഫോളോവിങ് ലിസ്റ്റ് ഓഫ് ടെറിഡോഫൈറ്റ്സ് ചൂസ് ദ ഹെട്രോസ്ഫോറസ് ടെറിഡോഫൈറ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സെലാജിനല്ല. 47 പരേറ്റൽ പ്ലാന്റേഷൻ ഈസ് ഫൗണ്ട് ഇൻ ഓപ്ഷൻ സി ആണ്. 48 നെയിം ദ സ്റ്റേജ് അറ്റ് വിച്ച് സിനാപ്സിസ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് അപ്പിയേഴ്സ് ഡ്യൂറിംഗ് പ്രൊഫേസ് 1 ഓഫ് മിയോസിസ്. എ സൈഗോട്ടീൻ. 49 നെയിം ദ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഇൻ C4 പ്ലാന്റ്സ്. ബി ഓക്സലോഅസെറ്റിക് ആസിഡ്. 50 റെസ്പിറേറ്ററി കോഷ്യൻ്റ്. ആൻസർ വരുന്നത് സി ആണ്. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ഓസ്റ്റിയോപൊറോസിസ്. കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. ഇൻക്രീസ്ഡ് ലെവൽസ് ഓഫ് ഈസ്ട്രജൻ ഈസ് ദ കോമൺ കോസ് ഓഫ് ഇറ്റ്. 52 എൻസൈംസ് വിച്ച് കാറ്റലൈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ് അതർ ദാൻ ഹൈഡ്രജൻ ബിലോങ് ടു ദ ക്ലാസ് ട്രാൻസ്ഫറൈസ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ സെൻസറി ഓർഗൻസ് ഇൻ ഫൈലം ആർത്രോപോഡ. അതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, ഓൾ എക്സെപ്റ്റ് 3. 54 വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ ഗോൾ ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 55 sacred groves are one of the important means of biodiversity conservation. In respect of this, find out the odd one. C ആണ് ആൻസർ. 56ാമത്തെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 56 ഓപ്ഷൻ എ ആണ് ആൻസർ. 57 ഫൈൻഡ് ദ ഇൻകറക്റ്റ് മാച്ചിങ്. ഓപ്ഷൻ സി ആണ്. 58 the process of evolution of different species in a given geographical area starting from a point and literally radiating to other areas of geography is called adaptive radiation. B ആണ് ആൻസർ. 59 match the source of gland with respective hormone and function and select the correct option. Correct option option A ആണ്, pineal gland. Melatonin, regulation of 24 hours of rhythm in man. 60ാമത്തെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇഫ് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ദ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഇനി വരുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും ചെക്ക് ചെയ്തു പോകാം. 61ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 62ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ആൻസർ. 63 ബി ആണ്, √2 ആണ് ആൻസർ. 64ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി TN+1. 65 ഓപ്ഷൻ എ ആണ്, 20 ആണ് ആൻസർ. 66 3 ഫാക്ടോറിയൽ - 2 ഫാക്ടോറിയൽ. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 4 ആണ്. പെർമ്യൂട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 7560. 68ാമത്തെ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 7/8 ആണ്. 69ാമത്തെ ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 6 ആണ്. 70ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 71ാമത്തെ ചോദ്യം ഇക്വലൻസ് റിലേഷൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 72ൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. 73ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ. 74ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 75 ഓപ്ഷൻ സി 2x. 76 ഓപ്ഷൻ എ 16. 77 ഓപ്ഷൻ ഡി 1. 78 ഓപ്ഷൻ സി A² - B² + BA - AB. 79 ഡി ആണ്, 25 ആണ് ആൻസർ. 80ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി ഡയറി സയൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് സിബു കാറ്റിൽ. ഓപ്ഷൻ ബി 1 and 2 ഓൺലി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 82 the first phase of Operation Flood was financed by the sale of skim milk powder and butter oil gifted by European Economic Community. 83 which of the following statement is or are correct regarding Operation Flood program. B 2 only ആണ്. 84ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് all the above ആണ്. which of the following are the objectives of national project of cattle and buffalo breeding. അതിൻ്റെ ആൻസർ വരുന്നത് all the above ആണ്. 85ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് 2.5 to 3 months ആണ്. 86ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ്
or are not true about dairy cattle housing? A 1 only ആണ്. 87ാമത്തെ ചോദ്യം, dash is the grass formed by the cross between elephant grass and bajra. C hybrid napier ആണ്. 88ാമത്തെ ചോദ്യം, which of the following is not a sanitizing agent using dairy? D detergents ആണ്. 89 ആൻസർ വരുന്നത് ഡി ആണ്, 63 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ്. 90ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഫാറ്റ് ആൻഡ് SNF കണ്ടൻറ്റ്. 91ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്, 3 and 8.5. വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്ലാറ്റ്ഫോം ടെസ്റ്റ് ഹെൽപ്പ് ഇൻ ഫൈൻഡിങ് ഹീറ്റ് സ്റ്റെബിലിറ്റി ഓഫ് മിൽക്ക്? ഹീറ്റ് സ്റ്റെബിലിറ്റി കണ്ടെത്താൻ സഹായിക്കുന്ന ടെസ്റ്റ് ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ് ആണ്, ഓപ്ഷൻ സി ആണ്. 93 മിനിമം പെർസെൻറ്റ് ഓഫ് മിൽക്ക് ഫാറ്റ് ഇൻ ഐസ്ക്രീം ആസ് പെർ FSSA സ്റ്റാൻഡേർഡ് ഈസ് 10% ആണ്. 94 വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈക്രോ ഓർഗാനിസം ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ ഫെർമെൻറ്റേഷൻ ഓഫ് മിൽക്ക് ഇൻ ടു കേർഡ്? ആൻസർ വരുന്നത് ഡി ആണ്, എസ്ട്രീഷ്യ കോളി. 95 വിച്ച് ഡയറി പ്രോഡക്റ്റ് results from the coagulation of milk protein by acidification or enzyme action? A ചീസ് ആണ്. 96ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് അസസിങ് മിൽക്ക് സോളിഡ് നോട്ട് ഫാറ്റ് കണ്ടൻറ്റ്. 97 വാട്ട് ഈസ് ദ റീസൺ ഫോർ കണ്ടക്ടിങ് എ സെൻസറി ഇവാലുവേഷൻ ഓഫ് ഡയറി പ്രോഡക്ട്സ്? ബി ആണ്, ടു അസസ് കൺസ്യൂമർ പ്രിഫറൻസ് ആൻഡ് പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട്സ്. 98ാമത്തെ ചോദ്യം ആൻസർ വരുന്നത് ടു മെയിൻറ്റെയിൻ പ്രോഡക്റ്റ് ഫ്രഷ്നെസ് ആൻഡ് ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ. 99ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോവിങ് മിൽക്ക് പ്രോഡക്ട്സ് ഡസ് നോട്ട് കണ്ടെയ്ൻ സുക്രോസ്? സി സ്കിം മിൽക്ക് പൗഡർ. 100ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫാറ്റ് റിച്ച് ഡയറി പ്രോഡക്ട്സ് ഡസ് നോട്ട് കണ്ടെയ്ൻ പ്രോട്ടീൻ? എ ഗീ. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എക്സാം എഴുതിയ എല്ലാവരും തന്നെ പ്രൊഫഷണൽ ആൻസർക്ക് അനുസരിച്ചിട്ട് ആൻസേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മാർക്സ് കൂടി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അറിയാനത് ഹെൽപ്ഫുള്ളാവും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്